أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 142-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനും ഓതാനും പറയാനുമൊക്കെ ഈ ആയിരക്കണക്കായ ആളുകളുടെ കൂട്ടത്തിൽ ഒരംഗമായി നമുക്ക് ഭാഗ്യം തന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ എല്ലാ ഹക്കുകളും അദബുകളും ഒക്കെ പാലിച്ച് ഒരുപാട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മദ്ദുകളെക്കുറിച്ച്, ഖുർആൻ പാരായണത്തിൽ മദ്ദുകളെക്കുറിച്ചുള്ള അറിവ്, മദ്ദുകൾ പാലിച്ചുകൊണ്ടുള്ള പാരായണം അത് അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. മദ്ദുകളെക്കുറിച്ച് തന്നെയാണ് ഇന്നും പറഞ്ഞ് തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മദ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞു. അതായത് അലിഫ് കൊണ്ട് ഫത്ഹിൻ്റെ ശബ്ദത്തെയും യാ കൊണ്ട് കസ്റിൻ്റെ ശബ്ദത്തെയും വാവ് കൊണ്ട് ലൊമ്മിൻ്റെ ശബ്ദത്തെയും നീട്ടുന്നതിനാണ് സാധാരണ മദ് എന്നു പറയാറുള്ളത് എന്ന് പറഞ്ഞു. അത് രണ്ടു തരത്തിലാണ് എന്നും പറഞ്ഞു. ഒന്ന് അസ്ലി, മറ്റൊന്ന് ഫറഈ എന്നാണ് അതിൻ്റെ പേരുകളെന്നും പറഞ്ഞു. അസ്ലി എന്ന് പറഞ്ഞാൽ അല്പം മാത്രം നീട്ടേണ്ട മദ്, കൂടുതൽ നീട്ടാൻ പാടില്ലാത്ത മദ്. അവിടെയൊന്നും കൂടുതൽ നീട്ടാൻ പാടില്ല. കൂടുതൽ എന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് ഒരലിഫിൻ്റെ ലെങ്ത്താണ്, ഖദറാണ് ഇതിൻ്റെ ദൈർഘ്യം. അന്ന് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നീട്ടിയോ എന്ന് ചോദിച്ചാൽ അതേ, നീട്ടി എന്ന് പറയാൻ കുറച്ച് നീട്ടിയാൽ മതിയല്ലോ സാധാരണഗതിയിൽ, അത്ര നീട്ടുക. വേഗം മനസ്സിലാവാനുള്ളൊരു ശൈലിയാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഖാല പോലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. മദ്ദക്ഷരമാകുന്ന അലിഫിന് ശേഷം ഹംസയുള്ള സുക്കൂനും ഇല്ല എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഖാല വേണ്ട, ഖാല എന്നു മതി എന്ന് പറഞ്ഞു. ഇതിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത് എന്ന്. ഓക്കെ, ശരി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മദ് ഫറഈനെ കുറിച്ചാണ്. മദ് ഫറഈ എന്താണ്? മദ് ഫറഈ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മദ് അസ്ലിയിനേക്കാൾ കൂടുതൽ നീട്ടുന്ന മദ് എന്ന് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കാം. മദ് അസ്ലിയിനേക്കാൾ കൂടുതൽ നീട്ടുന്ന മദ്. അപ്പോൾ എത്രയാണ് നീട്ടേണ്ടത് അതൊക്കെ പറയാം. എന്തായാലും അസ്ലി പോരാ, കുറച്ച് കൂടുതൽ നീട്ടണം എന്ന് മനസ്സിലായി. അങ്ങനെയുള്ള മദ്ദുകൾക്കാണ് മദ് ഫറഈ എന്ന് പറയുന്നത്. ധാരാളം മദ്ദുകളുണ്ട്. മദ് ഫറഈ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് 5 പേരുകളിൽ അറിയപ്പെടുന്ന 5 ഐറ്റം മദ്ദുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേറെയും ഉണ്ട് കേട്ടോ, ഒരുപാട് മദ്ദുകളുണ്ട്. നമുക്ക് മദ് ഫറഈ എന്നതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പറയാം. മദ് ഫറഈൻ്റെ താരീഫ് ഒന്ന് പറയാം.
മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? മദ് അസ്ലീനേക്കാൾ കൂടുതൽ നീട്ടുന്ന മദ്. ഓക്കെ, എന്താണ് മദ് ഫറഈ എന്ന് പറഞ്ഞാൽ? മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ അസ്ലീനേക്കാൾ കൂടുതൽ നീട്ടേണ്ടി വരും. അങ്ങനെയുള്ള മദ്ദിനാണ് മദ്ദുൽ ഫറഈ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതൽ നീട്ടേണ്ടി വരും. അതിനാണ് മദ് ഫറഈ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. ലീനക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും നമ്മൾ കണ്ടു. നൂഹൈഹ അല്ലേ, ആതൂനി എന്നൊക്കെ പറഞ്ഞ് ഫത്ഹിനെ നീട്ടാനുള്ള അലിഫ്, കസ്റിനെ നീട്ടാനുള്ള യാ, ദമ്മിനെ നീട്ടാനുള്ള വാവ്, ഇതാണ് മദ്ദക്ഷരം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ ലീനക്ഷരം, അപ്പോൾ ഇനി നമ്മൾ ലീനക്ഷരം എന്ന് പറഞ്ഞത് എന്താണ് എന്നൊന്ന് കാണണം, മനസ്സിലാക്കണം, പഠിക്കണം. അതുകൂടെ പഠിച്ചാലാണ് മദ് ഫറഈ നമുക്ക് പറയാൻ എളുപ്പമാവാം. സ്ക്രീനിലേക്ക് നോക്കിയേ, മൗത്തുൻ എന്ന് കാണാം. മൗത്തുൻ അല്ലേ, മൗത്ത്. ഈ മൗത്തുൻ ശരിക്കും ശ്രദ്ധിക്കണേ. മൗത്തുൻ എന്ന് പറഞ്ഞതിൽ 3 അക്ഷരങ്ങളാണുള്ളത്. 1 മീം, 2 വാവ്, 3 ത. അവിടെയുള്ള വാവിനെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ. സുക്കൂനാണ് വാവിന്. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താണ് നോക്കിയേ, ഫത്ഹുമാണ്. മീമിന് ഫത്ഹുമാണ്. ഇങ്ങനെ ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും അതുപോലെ യാഇനുമാണ് ലീനക്ഷരം എന്ന് പറയാം. വേഗം ബൈത്തുൻ നോക്കിയേ, ബൈത്ത്, ബൈത്തുൻ. ഇപ്പോൾ സ്ക്രീനിൽ 2 കാണുന്നു, മൗത്തുൻ, ബൈത്തുൻ അല്ലേ. ഇത് രണ്ടിലും ഉള്ള വാവും യാവും എങ്ങനെയാണ്? ഫത്ഹിന് ശേഷം വന്ന സുക്കൂനുള്ള വാവും യാവുമാണ്. ഓക്കെ അല്ലേ? ആണ്. അപ്പോൾ ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും യാഇനുമാണ് ലീനക്ഷരം എന്ന് പറയുക. എല്ലാവരും ഓർത്തു വെക്കുക. ഇത് മറക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്, മറന്നു പോകാൻ പാടില്ല. ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും യാഇനുമാണ് ലീനക്ഷരം എന്ന് പറയുക. ലീനക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ തന്നെ. ഉറക്കെ പറയ്, എന്താണ്? ഞാനാണോ? നിങ്ങൾ തന്നെ? അതെ, നിങ്ങൾ തന്നെ. പറയൂ. ഫത്ഹിന് ശേഷം വരുന്ന, മിണ്ടാതിരിക്കുകയാണല്ലോ റബ്ബേ. ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവും. മാഷാ അല്ലാഹ്. ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരം. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ശരി. ഇത് ആവശ്യമുണ്ടാവും നമുക്ക്. ഇന്നും നാളെ ആവശ്യമില്ലെങ്കിലും അടുത്ത ക്ലാസ്സിൽ ആവശ്യമുണ്ടാവും. അതൊന്നും മറന്നു പോകരുത്. ഇനി നമുക്കൊന്നുകൂടെ പറയാം. മദ് ഫറഈ എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻ: മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സുക്കൂൻ വന്നാൽ അസ്ലീനേക്കാൾ കൂടുതൽ നീട്ടേണ്ടി വരും. അങ്ങനെയുള്ള മദ്ദിനാണ് മദ് ഫറഈ എന്ന് പറയുന്നത്. മദ് ഫറഈ ട്ടാ. ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരങ്ങൾ. ഓക്കെ, ഇപ്പം നമ്മൾ മദ് ഫറഈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ലീനക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണെന്നും പറഞ്ഞു. അതൊക്കെ അല്ലേ? ഇനിയിപ്പോൾ അവിടെ അവ്യക്തമായിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഉള്ളവർ ഈ ഭാഗം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. ഓക്കെ, ശരി. മദ് ഫറഈ നോക്കിയേ. മദ് ഫറഈ 5 പേരുകളിലാണ് അറിയപ്പെടുന്നത്. 5 ഐറ്റം ഉണ്ട് എന്നർത്ഥം. സ്ക്രീനിൽ നോക്കിയേ. ആ 5 മദ്ദുകളും ഇതാണ്: അൽ മദ്ദുൽ മുത്തസിൽ, അൽ മദ്ദുൽ മുൻഫസിൽ, അൽ മദ്ദുൽ ആരിദ്, അൽ മദ്ദുൽ ലീൻ, അൽ മദ്ദുൽ ലാസിം. ഓക്കെ അല്ലേ? മദ്ദുകൾ 5 അറിയണം, 5ഉം നമ്മൾ പഠിക്കണം. മുത്തസിൽ, മുൻഫസിൽ, ആരിദ്, ലീനും ലാസിം അതെന്നും ഓർക്കണം.
ഈ പാട്ടും നിങ്ങൾ പഠിക്കണം. പഠിക്കൂലേ? മദ്ദുകൾ അഞ്ചെന്നറിയണം, അഞ്ചും നമ്മൾ പഠിക്കണം. മുത്തസിൽ മുൻഫസിൽ ലീനും ലാസിമതെന്നും ഓർക്കേണം. ഇതിങ്ങനെ പഠിക്കാം. എന്നാൽ 5 മദ്ദുകളുടെയും പേര് കിട്ടും. ഇനിയിപ്പോൾ ഏതൊക്കെയാണ് ഈ മദ്ദുകൾ, എങ്ങനെയൊക്കെയാണ് ഇത് വരിക, എന്താണിത് സംഗതി എന്നൊക്കെ മനസ്സിലാക്കാനല്ലേ? അതൊക്കെ സിമ്പിളാണേ. നിങ്ങൾ സുബ്ഹാനല്ലാഹ് ഇത് നടക്കുമോ, 5 ഐറ്റം മദ്ദുകളോ റബ്ബേ എന്നൊന്നും പറയല്ലേ. ഇതൊക്കെ വളരെ ലളിതമാണ്. ഞാനൊരു ഉദാഹരണത്തിലൂടെ കാര്യം പറയാം. നോക്കിയേ, സ്ക്രീനിലേക്ക് നോക്കിയേ. ഇതെന്താ വയ്ക്കുക? ജാ അല്ലേ? ജാ ഓക്കെ. ഇതോ സി അ. ഓക്കെ ഓക്കെ ഓക്കെ, സി അ. ഇതോ സു അ. മനസ്സിലായി, മാഷാ അല്ലാഹ്. അപ്പം ജാ ഐ ഉണ്ട്, സി ഐ ഉണ്ട്, സു ഐ ഉണ്ട് അല്ലേ? ഈ ഉദാഹരണം ശരിക്കും നോക്കി. 3 അക്ഷരം. ജാ ഐൽ ജീം അലിഫ് ഹംസ, സി ഐലും സീൻ യാ ഹംസ, സു ഐലോ സീൻ വാവ് ഹംസ. ഇതിൽ വന്ന ഈ അലിഫും വാവും യാവും ശരിക്കും നോക്കി, ശരിക്കും നോക്കി. അലിഫും വാവും യാവും മദ്ദക്ഷരാണ് അല്ലേ? ജാ എന്ന് പറഞ്ഞെടുത്ത് ജീമിൻ്റെ ഫത്തഹിനെ നീട്ടാൻ വന്ന അലിഫാണ്. സി അ എന്ന് പറഞ്ഞെടുത്ത് സീനിൻ്റെ കെസറിനെ നീട്ടാൻ വന്ന യാ ആണ്. സൂ എന്ന് പറഞ്ഞെടുത്തോ, അതെ, സീനിൻ്റെ ദൊമ്മിനെ നീട്ടാൻ വന്ന വാവാണ്. അപ്പോൾ ഇത് 3ലും മദ്ദക്ഷരം എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഉറപ്പാണ്. ആ മദ്ദക്ഷരത്തിൻ്റെ ശേഷമൊക്കെ എന്ത് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട്. ജാ ഐൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഉണ്ട്, സി ഐയിലുണ്ട്, സൂ യിലുണ്ട് അല്ലേ? മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ ഇവിടെ കൂടുതൽ നീട്ടണം, കൂടുതൽ നീട്ടണം. മാത്രമല്ല, ഇതൊറ്റ വേർഡാണ്. ജാ എന്നുള്ളത് ഒരു വേർഡ്, സി എന്നുള്ളത് ഒരു വേർഡ്, സു എന്നുള്ളത് വേറൊരു വേർഡ്. ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ഓരോ വേർഡ്സ് ആണ് അല്ലേ? ആ ഒരു വേർഡിൽ തന്നെയാണ് മദ്ദക്ഷരം ഉള്ളത്, ഹംസയുള്ളത്. ശരിക്കും മനസ്സിലാക്കണം. അവിടെ ജാ എന്ന വേർഡിൽ തന്നെയാണ് മദ്ദക്ഷരവും ഹംസ ഉള്ളത് എന്ന്. സി അ എന്ന് പറഞ്ഞ അതേ പദത്തിൽ തന്നെയാണ് മദ്ദക്ഷരവും ഹംസ ഉള്ളത്. സൂ അ എന്ന് പറഞ്ഞതിൽ ആ വേർഡിൽ തന്നെയാണ് മദ്ദക്ഷരവും ഹംസ ഉള്ളത്. ഇങ്ങനെ ഒരു കലിമത്തിൽ തന്നെ, ഒരു വേർഡിൽ തന്നെ, ഒരു പദത്തിൽ തന്നെ മദ്ദക്ഷരവും ഹംസും ഒപ്പം വന്നാൽ, ഒരുമിച്ച് വന്നാൽ അങ്ങനെയുള്ള മദ് ഫറഈനാണ് അൽ മദ്ദുൽ മുത്തസിൽ എന്ന് പറയുക. ഓക്കെ ഓക്കെ. എന്താണ് അൽ മദ്ദുൽ മുത്തസിൽ എന്ന് പറഞ്ഞാൽ? ഒരു വേർഡിനകത്തു തന്നെ മദ്ദക്ഷരവും ഹംസും വരിക. അപ്പോൾ അതിനാണ് മദ് മുത്തസിൽ എന്ന് പറയുക. ഇത് അസ്ലീനത്ര നീട്ടിയാൽ പോരാ, കൂടുതൽ നീട്ടണം. മനസ്സിലായോ? മദ്ദക്ഷരം അതു കണ്ടില്ലേ, പിറകെ ഹംസ വരുന്നില്ലേ, മദ്ദക്ഷരവും ഹംസും ഒരു കലിമത്തിൽ മുത്തസിൽ മദ്ദല്ലേ. എന്താ നിങ്ങൾക്ക് ഈ പാട്ടുകളൊക്കെ ഒന്ന് കാണാതെ പഠിച്ചാൽ? പഠിക്കുന്നവരുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. പഠിക്കാത്തവരുണ്ട് അല്ലേ? എല്ലാവരും പഠിക്കണം. മദ്ദക്ഷരം അതു കണ്ടില്ലേ, പിറകെ ഹംസ വരുന്നില്ലേ, മദ്ദക്ഷരവും ഹംസും ഒരു കലിമത്തിൽ മുത്തസിൽ മദ്ദല്ലേ. അപ്പം അതെന്ത് ചെയ്യുക? എല്ലാവരും ശ്രദ്ധിക്കുക. മദ് മുത്തസിൽ എത്രയാ നീട്ടേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് എല്ലാ മദ്ദിൻ്റെയും ഖദർ പറയാം. എന്താണെങ്കിലും ജാ പറ്റില്ല. മനസ്സിലായോ? ജാ പറ്റില്ല, അതിനേക്കാൾ നീട്ടണം. ഒരു 3 അലിഫ് വരെയൊക്കെ നീളാം. ഒരു 2 അലിഫൊക്കെയാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. മനസ്സിലായോ? എന്താണെങ്കിലും ജാ എന്ന ഒരലിഫ് പോരാ. ഇദാ ജാഅ നസ്റുല്ലാഹി പറ്റില്ല, ഇദാ ജാഅ നസ്റുല്ലാഹി വേണം. ജാഅയിലുള്ളതു മദ്ദാണ്, കൂടുതൽ നീട്ടൽ ഫർദാണ്. കുറവ് വരുത്തി ഇദാ ജാഅ എന്നോതൽ കഠിന തെറ്റാണ്, 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 തെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഒരു വേർഡിനകത്ത് തന്നെ മദ്ദക്ഷരവും ഹംസും വന്ന ഇഷ്ടംപോലെ മദ്ദുകൾ ഖുർആനിലുണ്ട്. അത് നോക്കിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഖിറാഅത്ത്.
വന്നിട്ടുണ്ടോ? മദ്ദക്ഷരവും ഹംസും വന്നിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ സമാഇ ഓതുന്നുണ്ടോ? സമാഇ ഓതുന്നുണ്ടോ? അതൊക്കെ നോക്കുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമുക്ക് മദ് ഫറഈ 5 എണ്ണമാണെന്നും അതിൻ്റെ പേരും പഠിച്ചു. മുത്തസിൽ, മുൻഫസിൽ, ആരിദ്, ലീനും ലാസിം അതെന്നും ഓർക്കണം. അതിലെ ഫസ്റ്റ് മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു കലിമത്തിൽ തന്നെ മദ്ദക്ഷരവും ഹംസും വരിക. അത് അസ്ലീൻ്റെ അത്ര നീട്ടിയാൽ പോരാ, കൂടുതൽ നീട്ടണം. എത്ര നീട്ടണം എന്നുള്ളത് പറയാം വിശദമായി ഇൻഷാ അല്ലാഹ്. ഇതിനാണ് അൽ മദ്ദുൽ മുത്തസിൽ എന്ന് പറയുക. പാട്ടും പാടി നമ്മൾ അല്ലേ? പാട്ടും പാടി മാഷാ അല്ലാഹ്. ഇനി നമുക്ക് അല്പം ഓതാം. അതിൽ മുത്തസിലായ മദ്ദ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ശരി, ഓക്കെ, തുടങ്ങല്ലേ? ഖിറാഅത്തിലേക്ക് വരാം. 41-ാമത്തെ ആയത്ത്. സൂറത്ത് ഏതാ? സൂറത്തു മറിയം, 41-ാമത്തെ ആയത്ത്. തുടങ്ങിയാലോ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. Okay. واذكر في الكتاب إبراهيم واذكر في الكتاب إبراهيم إنه كان صديقا نبيا. يعني إنه كان صديقا نبيا. സിദ്ദീഖ് പറയുമ്പോൾ എങ്ങനെ? സിദ്ദീഖ് സ്വാദിന് സാഫാത്തിന് സിദ്ദീഖിന് ചുണ്ടുകൾ രണ്ടും കൂടിയില്ല. സ്വാദും സ്വാഗതവും സ്വീകരണവും അറബിയിൽ സ്വാദിനു പാടില്ല എന്നു നമ്മൾ പാടിയിട്ടുണ്ട്. എന്നോ പാടിയിട്ടുണ്ട്. إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. Okay? إذ قال لأبيه يا أبت. അവിടെ ഉണ്ടല്ലോ ഉസ്താദേ മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ അത് ഒരു വേടല്ല, 2 വേടാണ്. യാ എന്ന് പറയുന്നതും അബത്തി എന്ന് പറയുന്നതും രണ്ടും 2ആണ്. അപ്പം ചേർത്തിയല്ലേ ഉസ്താദ് എഴുതി? ചേർത്തി എഴുതിയോ ഇല്ല എന്നുള്ളതല്ല. അറബിയിൽ 2 വേടുകളാവാൻ ചേർത്തി എഴുതുക ചേർത്തി എഴുതാതിരിക്കുക എന്നുള്ളതല്ല. അടിസ്ഥാനപരമായി രണ്ടും 2ആവുക എന്നുള്ളതാണ്. എഴുതിയാൽ ചേർത്തിയിട്ട് അവിടെ ചേർത്താതിരിക്കലാവട്ടെ. ഇപ്പോൾ ഹ ഉല ഇ കാണുന്ന ആളുകൾക്ക് എന്താവും? ഒറ്റ വേടാണെന്ന് തോന്നും. പക്ഷെ 2 വേടാ. ഹ ഒരു വേട്, ഉല ഇ വേറൊരു വേട്, അങ്ങനെയുള്ളത് ഉണ്ടാവും കേട്ടോ. ല അഅ്ബുദു, ല ഒരു വേട്,
ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പദം. ഇപ്പം നമ്മൾ പറയില്ല മലയാളത്തിലൊക്കെ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാട്ടോ. മോനെ വാ അല്ലേ, മോനെ വാ, എത്ര പദം ഉണ്ട് അതിൽ? 2 പദമുണ്ട്. ഒന്ന് മോനെ, 2 വാ. വാ എന്ന് പറയുമ്പോൾ ഒറ്റ അക്ഷരമല്ലേ ഉള്ളൂ, വാവും നീട്ടാനുള്ള അലിഫും രണ്ടും കൂടി കൂടിയിട്ട് അങ്ങനെ പറയാം അല്ലേ. ചിലപ്പോൾ ഒരൊറ്റ അക്ഷരം ഡാ, എന്താ ചെയ്യണേ അല്ലേ, ഡാ എന്താ ചെയ്യണേ, അതെ ഫസ്റ്റിൽ ഡാ, അതൊരു വേടല്ലേ, കാഴ്ചയിലൊരു അക്ഷരമായിരിക്കും. ഇങ്ങനെ ഒരുപാടുണ്ട്, അത് അറബിയിലുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യാ അബത്തി 2 വേർഡാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. മദ് അവിടെയുണ്ട്, അതുകൊണ്ടാണല്ലോ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ട്ടോ, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക്. ഇവിടെ നോക്കിയേ, ഇനിയും വന്നു യാ അബതി, വീണ്ടും വന്നിട്ടുണ്ട്. മദ്ദക്ഷരവും ഹംസും 2 പദങ്ങളിലാണ്. അതിന് വേറെ പേരുണ്ട്, അതിൻ്റെ നീട്ടൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം ട്ടോ. മറിച്ച് തൊട്ടടുത്ത് വന്നു ഇന്നി ഖദ് ജാഅനി. ഉണ്ടോ, ജാഅ ഒരു പദം, നീ വേറൊരു പദമാണ്. നീ എന്നതിലല്ലല്ലോ മദ്, ജാഅയില മദ്, മദ്ദക്ഷരത്തിന് ശേഷം ആ. അതുകൊണ്ട് ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി പറ്റില്ല. ഇന്നി ഖദ് ജാഅനി, ജാഅനി ഓത്തിന്റെ സ്പീഡിനനുസരിച്ചാണ് വരിക. മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക്, ഫത്തബിഅനി അഹ്ദിക്. അതേതായാലും വേറെ വേറെ കലിമത്താണ് അല്ലേ, കാഴ്ചയിൽ തന്നെ അത് വേറെ വേറെയാണ്. അതുകൊണ്ട് അവിടുത്തെ മദ് വേറെയാണ്, പഠിക്കാം. അഹ്ദിക സിറാത്തൻ സവിയ്യ യാ അബതി ലാ തഅബുദിശ് ശൈത്താൻ. എങ്ങനെ? യാ അബതി, വീണ്ടും വന്നു അതേ മദ് തന്നെ. ലാ തഅബുദിശ് ശൈത്താൻ ഇന്നശ് ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ. ഇന്നശ് ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. അവിടെ വീണ്ടും വന്നു യാ അബതി അല്ലേ. ഇന്നി അഖാഫു, മദ്ദക്ഷരവും ഹംസും 2 പദങ്ങളിലാണ് വന്നുള്ളത്, വേറെ പേരാണ്, പഠിക്കാം. അൻ യമസ്സക അദാബും മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്താനി വലിയ. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇതിലേ ഖാല അറാഗിബുൻ അൻത, അറാഗിബുൻ ശ്രദ്ധിക്കണം, അൻത അന്തയാകാൻ പാടില്ല. അൻത കഴിഞ്ഞ അൻ ആലിഹത്തി ശ്രദ്ധിച്ചില്ലെങ്കിൽ അന്നാലിഹത്തി ഒക്കെ ആകും, അന്നാലിഹത്തി അല്ലേ. യാ ഇബ്രാഹിം മദ് നമ്മൾ പറഞ്ഞ മുത്തസിലല്ല, വേറെ മദ്ദാണ്, 2 പദമാണ്. ലഇല്ലം തൻതഹി ലഅർജുമന്നക. എങ്ങനെ? ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, വഹ്ജുർനി മലിയ. ഖാല സലാമുൻ അലൈക. എങ്ങനെ? ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി, സഅസ്തഗ്ഫിറു ലക റബ്ബി. റബ്ബി എന്നുള്ളിടത്ത് മദ്ദിൻ്റെ ചിഹ്നമുണ്ട്, നിർത്തിയതുകൊണ്ട് കൂടുതൽ നീട്ടൂല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു കാന ബി ഹഫിയ, ഇന്നഹു കാന ബി ഹഫിയ. ബാക്കി وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا.
فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. നോക്കിയേ എങ്ങനെ പറഞ്ഞേ, നോക്കൂ. وأعتزلكم وما تدعون من دون الله وأدعو ربي وأعتزلكم وما تدعون من دون الله وأدعو ربي. നോക്കിയേ عسى ألا أكون മദ് രണ്ടെണ്ണം കാണുന്നുണ്ട്, പക്ഷെ ഒന്നും എന്തല്ല, ഒരു പദത്തിലല്ല മദ്ദക്ഷരവും ഹംസും എന്നത് പഠിക്കാം. മറിച്ച് തൊട്ടടുത്തൊക്കെ ബിദുആഇ റബ്ബി ശഖിയ, ബിദുആഇ അത് മദ്ദക്ഷരവും ഹംസും ഒരു പദത്തിലാണ്, ഓക്കെയാണ് അല്ലേ. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب. okay? فلما اعتزلهم وما يعبدون من دون الله اوكي ليه وهبنا له إسحاق ويعقوب وهبنا له إسحاق മദ്ദക്ഷരവും ഹംസും രണ്ടു പദങ്ങളിലാണ്, വേറെ മദ്ദാണ് പഠിക്കാം. وكلا جعلنا نبيا وكلا جعلنا نبيا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. ليه لسان صدق عليا. باقي واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا وناديناه من جانب الطور الأيمن وقربناه نجيا ووهبنا له من رحمتنا أخاه هارون نبيا واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا واذكر في الكتاب إدريس إنه كان صديقا نبيا ورفعناه مكانا عليا أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലമാണ് അല്ലേ. ഓക്കെ നോക്കിയേ, ഇപ്പം നമ്മൾ ഓതിയത് വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യ. ഓക്കെ وناديناه من جانب الطور الأيمن وقربناه نجيا. اوكي ليه ووهبنا له من رحمتنا أخاه هارون نبيا
മിർ റഹ്മതിനാ അഖാഹു കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ്, പക്ഷേ റഹ്മതിനാ ഒന്നും അഖാഹു വേറെ ഒന്നും, രണ്ട് കലിമത്തുകളാണ്. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا واذكر في الكتاب إدريس إنه كان صديقا نبيا له واذكر في الكتاب إدريس إنه كان صديقا نبيا ورفعناه مكانا عليا. അടുത്തായത് നോക്കിയേ, തുടങ്ങുന്നതിന് ഒരു മദ്ദ് മുത്തസലോടുകൂടി. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദമ വമിമ്മൻ ഹമൽനാ وممن حملنا مع نوح ومن ذرية إبراهيم. ഇന്നോക്കി അടുത്ത ഇതിൽ ഇസ്രാഈല കാണുന്നു, മദ് മുത്തസിൽ, ഒരു പദത്തിൽ തന്നെ മദ്റു ഹംസു. അപ്പം എങ്ങനെയാണ് ഓതണം? ഓക്കെ, ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا تلك الجنة التي نورث من عبادنا من كان تقيا وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا صدق الله العظيم. Okay. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا. فأولئك يدخلون الجنة ولا يظلمون شيئا. مد متصل ونو فأولئك جنات عدن التي وعد الرحمن لعدن التي അറിയാലോ إنه كان وعده مأتيا. പിന്നെയോ لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا تلك الجنة التي نورث من عبادنا من كان تقيا وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا صدق الله العظيم. അല്ലാഹുവേ ഖബൂലാക്കുക, അല്ലാഹ് സ്വീകരിക്കുക. അല്ലാഹ് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതുന്നു. അല്ലാഹുവേ ഇതൊക്കെ നിൻ്റെ പൊരുത്തത്തിലാക്കണേ. അല്ലാഹ് തദ്രീബ് കുടുംബത്തിലെ ഞങ്ങളെല്ലാവരെയും നിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹ് പരിശുദ്ധമായ റജബ് മാസം അല്ലാഹുവേ മിഅറാജ് ഞങ്ങളിലേക്ക് വരുന്നു. അല്ലാഹുവേ
നിസ്കാരങ്ങളൊക്കെ കൃത്യമായി മുടങ്ങാതെ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പഠിച്ചോനെ അല്ലാഹുവേ, ഞങ്ങളുടെ നിസ്കാരങ്ങളിലും ഞങ്ങളുടെ ഖിറാഅത്തുകളിലുമൊക്കെ ഒരുപാട് വീഴ്ചകളും കുറവുകളുണ്ട്. ഒക്കെ നീ തിരുത്തി ഞങ്ങൾക്ക് പാപങ്ങളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. വരാനിരിക്കുന്ന ശഅബാനും റമദാനും ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. റമദാനിൽ ഒരുപാട് അഅ്മാലു സ്വാലിഹാത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹ് തദ്രീബ് കുടുംബത്തിലെ ഞങ്ങളെല്ലാവരെയും നീ ഇഷ്ടപ്പെട്ടവയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മരിച്ചുപോയവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെല്ലാവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.